മഴ പെയ്തപ്പോൾ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ഇടിഞ്ഞതുണ്ടായിരുന്നു ഇവിടെ ഈ സൈഡിൽ, ഇവിടെയൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞതായിരുന്നു. അപ്പം ഇങ്ങനെ വീടുണ്ടാക്കണമെങ്കിൽ ഇവിടെ ഒരു കോൺക്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെതാ അവിടെ അല്ലേ ഈ ഒരു തട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പഞ്ചായത്തിൻ്റെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പുഴൻ്റെ സൈഡിൽ കെട്ടലില്ലേ, ആ സംഭവം ഉണ്ട്. അതാണ്ടില്ല അവിടെ ഇങ്ങനെ വരുന്നത്, അത് മുന്നേ ചെയ്തതാ. പിന്നെ ഇത് പറമ്പ് സംരക്ഷിക്കാൻ ഇങ്ങനെ ചെയ്യേണ്ടി വന്നു. അങ്ങോട്ട് ഇറങ്ങി കാണിച്ചു. ഇതാണ് വീട്. മുറ്റത്തെ മാവ് കണ്ടോ, മാവിൽ മാങ്ങ ഉണ്ടായത് ചേലമാങ്ങാണ്. ഇവിടെ നാട് നോക്കുമ്പോൾ തന്നെ തല കറങ്ങുന്നുണ്ട്, അത്രയും വൈറ്റില. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കുളിച്ചപ്പോൾ ഇപ്പം ഈ പുഴയിൽ എന്തോ വേസ്റ്റ് എന്തോ തട്ടിയിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ആരെയും കുളിക്കാനൊന്നും സമ്മതിക്കണ്ടെന്ന് പറഞ്ഞു. പഞ്ചായത്തിൽ നിന്ന് ആരോ വന്ന് വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ എന്തുണ്ടെന്ന് പറഞ്ഞിനെ, എന്തോ മലിനമാണ് എന്ന് പറഞ്ഞു വെള്ളം. അതുകൊണ്ട് ഇപ്പം ആരും കുളിക്കാനൊന്നും ഇറങ്ങലില്ല. അങ്ങനെ ഞങ്ങൾ അപ്പുറത്തെ പറമ്പിൽ കൊക്കോക്കായിൻ്റെ മരമുണ്ട്, കൊക്കോ മരം. അപ്പം അതിന്മേൽ 2-3 പഴുത്ത് ഏകദേശം പഴുപ്പായി നിൽക്കുന്നുണ്ടേനു. അപ്പം ഞങ്ങളത് ഒരു വടി കൊണ്ട് തച്ച് പൊട്ടിച്ച്. ഇതൊക്കെ പണ്ടത്തെ ഓർമ്മകളാണ് കേട്ടോ. ചെറുപ്പത്തിൽ ഞങ്ങളെ കുറച്ച് അപ്പുറത്തെ പറമ്പിൽ, മൂത്തമ്മൻ്റെ പറമ്പിൽ ഒരു ഇടവഴി ഉണ്ടാവില്ലേ, വഴിയല്ല പക്ഷെ ഒരു ഇടൻ്റെ ഉള്ളിൽ ഒരു കുറച്ച് മരങ്ങളൊക്കെ കൂടി നിൽക്കുന്നൊരു സ്ഥലം. അവിടെ ഒരു കൊക്കോക്കായിൻ്റെ മരം ഉണ്ടായിരുന്നു. അതിന്മേൽ നിന്നിട്ട് അന്ന് കിട്ടാത്തൊരു സംഭവം. അപ്പോൾ 1-2 ഒക്കെ ഉള്ളത് ഞങ്ങൾ പഴുക്കണേൻ്റെ മുന്നേ തന്നെ, നല്ല പഴുപ്പാണതിൻ്റെ മുന്നേ തന്നെ പറിച്ച് തിന്നു. അന്നൊക്കെ ഞങ്ങൾ കുറേ കുട്ടികളുണ്ട്, അടുത്ത വീട്ടിലുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്നൊക്കെ ചിലപ്പോൾ നമ്മൾ വരുന്നതിൻ്റെ മുന്നേ വേറെ ആരോ പറിച്ചാലോ, അപ്പോൾ വിചാരിച്ച് നമ്മൾ കാണുമ്പോൾ ഉള്ള പഴുപ്പിൽ പറിച്ച് തിന്നു. അതൊക്കെ ഒരു കാലം. ഇപ്പോൾ ഓർക്കുമ്പോൾ അതൊക്കെ നല്ലൊരു ഓർമ്മകളാണ്. വെള്ളം വരാനുള്ളതാണ്, പക്ഷേ കിട്ടില്ല. ഒരു മാവും തൈ വെച്ചിട്ട് അമ്മ വെച്ചിട്ടായിരിക്കും. കൊക്കോക്കായിൽ നിന്ന് ഒരു നൊസ്റ്റാൾജിയയും കൂടിയാണ്. പണ്ട് ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു ചെറിയ. അതിലങ്ങനെ ഇറങ്ങി ഇവിടെ നിന്ന് ഇനി കുളിക്കൽ. ഇവിടെ ഒരു പുഴമരം ഉണ്ടായിരുന്നു, പുഴമരം എന്താ പേര് എനിക്കറിയില്ല. ഇവിടെ കറക്റ്റ് ഇവിടെ തണലേനും ഉണ്ടാവാം. ഇവിടുന്ന് ഇങ്ങനെ കുളിക്കലായിരുന്നു. മാവുമ്പൽ നിറച്ചും മാങ്ങ ഉണ്ടായിരുന്നു. എന്നിട്ട് മാങ്ങ പറിക്കും, വെള്ളത്തിൽ നിന്ന് കല്ലുകൊണ്ട് എറിഞ്ഞ് തള്ളിയിടും. നല്ല വൈബേനും. ചെറുപ്പത്തിൽ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇങ്ങനെയൊക്കെ കയറിയിരുന്നു. അപ്പുറത്തൂടെ കയറാനൊക്കെ സ്ഥലമുണ്ട്, പക്ഷേ എളുപ്പത്തിന് വേണ്ടി ഞങ്ങളിങ്ങനെ കയറി പോകുന്നു.